അസ്സലാമലൈക്കും. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. കുറച്ച് നേരം വെച്ചിട്ട് കൂടെ ഇരിക്കാടില്ലേ? കുറച്ച് ദിവസമായിരിക്കണം വീഡിയോ ഒക്കെ ശരിക്കും ചെയ്തിട്ട് ലൈവ് ഇടും. ഇന്ന് പറയാൻ പോകുന്ന ഒരു പ്രധാന വിഷയമാണെന്നറിയാം. ഒരു കാഴ്ചയില്ലാത്തൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ മുന്നിലിട്ട ഒന്ന് ഫുള്ള് കാണണം എല്ലാവരും. നിങ്ങളെ കമൻ്റൊക്കെ അറിയിക്കണം എന്നറിയാം. കുഞ്ഞോനെന്ന് പറഞ്ഞൊരു മോൻ്റെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. കഥ അല്ല കേട്ടോ, അവൻ്റെ ജീവിതമാണ് പറയാൻ പോകുന്നത്. ഇവർ 4 മക്കളാണ്, 3 ആണും ഒരു പെണ്ണും. 3ാമത്തെ മകനാണ് ഈ കുഞ്ഞോന്. എൻ്റെ പേര് വേറെന്തോ ആണ്, കുഞ്ഞോനെന്നാണ് എല്ലാവരും വിളിക്കാറ്. അങ്ങനെ കുഞ്ഞോനെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞോനക്കുണ്ടല്ല കുറച്ചൊരു 2-3 വയസ്സ് ആയ സമയത്ത് പനി എന്തോ വന്നതാണ്. അങ്ങനെ കണ്ണിൻ്റെ കാഴ്ച പോയതാണ് ഈ മോൻ്റെ. ഒരു കുടുംബത്തിലെല്ലാവർക്കും ഉണ്ടല്ലോ അത്രയും ഒരു വിഷമായി അവൻ്റെ കണ്ണിലെ കാഴ്ച പോയപ്പോൾ. അങ്ങനെ ഭയങ്കര പൈസ ഉള്ളൊരു കുടുംബത്തിലിട്ട സമ്പന്നന്മാരെന്നൊക്കെ പറയില്ല, കോടീശ്വരന്മാരെന്നൊക്കെ പറഞ്ഞ മാത്രമേ ഭയങ്കര പൈസ ഉള്ളൊരു വീട്ടിലാണ് കുഞ്ഞോൻ്റെ ജനനം. പക്ഷേ കണ്ണ് കാണാഞ്ഞാൽ അവന് നല്ല പാട്ട് പാടും. എല്ലാവർക്കും എനിക്ക് വീട്ടിലും കുടുംബത്തിലും എല്ലായിടത്തും അവന് പ്രിയപ്പെട്ട ഒരു മോനായിട്ട് അങ്ങനെ വളർന്നു. അവൻ്റെ ബാല്യമൊക്കെ തന്നെ അവനെത്രയേ സന്തോഷത്തിലാക്കാൻ പറ്റും. അവൻ്റെ 2 ജ്യേഷ്ഠന്മാർ, വാപ്പ ഉമ്മ എല്ലാവരും മത്സരമായിരുന്നു കേട്ടാ. ഒരു കണ്ണ് നിറയണ ഒരു സംഗതി അവൻ്റെ ജീവിതത്തിൽ അവരുണ്ടാക്കിയിട്ടില്ല. അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു ഈ കുഞ്ഞോനക്ക് കണ്ണ് കാണാത്ത ഒറ്റ കാരണത്താൽ. അങ്ങനെ ജ്യേഷ്ഠന്മാർ 2 കല്യാണം കഴിച്ച് കുഞ്ഞോനക്ക് 22 വയസ്സായി. അപ്പോൾ ഇവനെ കൊണ്ടൊന്ന് കല്യാണം കഴിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷേ കണ്ണ് കാണാത്ത അവനക്ക് എവിടെ നിന്നാണ് ഒരു പെണ്ണ് കിട്ടുക? അവൻ്റെ കുഞ്ഞോൻ പറഞ്ഞ് ഉമ്മച്ചിനോട് ഉപ്പച്ചിനോടൊക്കെ, നിങ്ങൾ എനിക്ക് കല്യാണമൊന്നും തരയണ്ട, പിന്നെ ആരും കെട്ടാൻ ആഗ്രഹിക്കൂല ഉപ്പച്ചിയെന്ന് അറിയിട്ട. അപ്പോൾ ഉമ്മ ഇപ്പം പറയും, അല്ല മോനെ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കാലം കഴിഞ്ഞാലും മലക്കുട്ടിക്ക് ആരാ ഉണ്ടാവരെന്ന് ചോദിക്കും. അതിതാ എൻ്റെ ഇക്കാക്കാരില്ല 2 പേര്, അവർ കല്യാണം കഴിച്ച് കൊടുക്കുന്ന താത്താരില്ല, പിന്നെ അവരെ മക്കൾ, ഇവരൊക്കെ ഇന്നെ കയ്യൊഴിയോ ഉമ്മച്ചിയെന്നറിയും. എന്നാലും മോനെ നമുക്കൊരു ആഗ്രഹമുണ്ട്, ഏട്ടന്മാർക്ക് 2 ആൾക്കും ഇവനൊന്ന് കല്യാണം കഴിച്ച് കാണാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഇവർ എന്തായാലും വേണ്ടിയില്ല വെച്ചിട്ട് അറിയണ 1-2 ബ്രോക്കർമാരോട് കല്യാണക്കാര്യം പറഞ്ഞു. അവരൊക്കെ ഇങ്ങനെ ഒരു 1-1.5 കൊല്ലം പോലെ അവർ കാര്യങ്ങൾ അന്വേഷിച്ച്. അങ്ങനെയാണ് പിന്നെ ഒരാൾ വന്ന് പറഞ്ഞത്, കുറച്ച് വിട്ടാണ് 5 പെൺകുട്ടികൾ എന്നെ പറ്റ സാമ്പത്തികം ഇല്ലാത്തൊരു വീട്ടിലത്തെ അതിലത്തെ മൂത്ത മകൾക്ക് 22 വയസ്സായിക്കണം, അവർ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞോനോട് അവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. നിങ്ങൾ പോയി കണ്ടോളി പെണ്ണിനേന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞോൻ പറഞ്ഞ് ഉമ്മച്ചി ഉപ്പച്ചൊക്കെ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് കണ്ണില്ലല്ലോ ഉമ്മച്ചിയെ കാണാൻ, നിങ്ങൾ ഉക്കാക്കാരൊക്കെ കൂടി പോയിക്കോളി, താത്താനൊക്കെ കൂട്ടി പോയിക്കോടി, എനിക്കെന്ത് ഇഷ്ടമാണ് അനിഷ്ടമൊക്കെ ഞാൻ പറയാനാണ്, ഇന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതന്നെ ഒരു വലുതല്ലേന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവർ കല്യാണത്തിനൊക്കെ ഒരുക്കം തുടങ്ങി. അങ്ങനെ ഇവർ പെണ്ണ് കാണാൻ വേണ്ടി പോയി. അവർക്ക് ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞല്ല, പിന്നെ ഇനിയിപ്പോൾ നടക്കാതിരിക്കൂലല്ല. അങ്ങനെ ഇവർ പെണ്ണ് കാണാൻ വേണ്ടി പോയി. ഇവർ കയറി ചെന്നപ്പോൾ ഇവരെ ഒരു ക്രോയ്സറുണ്ട്, അതിലാണ് ഇവർ പെരക്കാരെല്ലാവരും കൂടി പോയത്. പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടില്ല കേട്ടോ, ഇവർ തന്നെ ഒരു 5-6 ആൾക്കാരുണ്ട്. അങ്ങനെ ഇവർ പെണ്ണ് കാണാൻ വേണ്ടി പോയിട്ട് ചെന്നപ്പോൾ ജ്യേഷ്ഠന്മാർ 2 ഭാര്യമാരുണ്ടല്ലോ, കുഞ്ഞോൻ്റെ മുത്തച്ഛികൾ. അപ്പോൾ അവർ ഈ മോളെ വിളിച്ചിട്ട്, 22 വയസ്സായിരിക്കണം മോൾ, കണ്ട കുഴപ്പമില്ല, 26 അങ്ങനെ വിളിച്ചിട്ട് ചോദിച്ച്, മോളെ എനിക്ക് ഈ ബന്ധം ഇഷ്ടമാണ്. അപ്പോൾ ഈ കുട്ടി കരഞ്ഞങ്ങാട് പറഞ്ഞാൽ, എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എൻ്റെ വീട്ടുകാരൊറ്റ നിർബന്ധത്താൽ ഞാൻ സമ്മതിച്ചതാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവർ പറഞ്ഞാൽ പെരക്കാരോട് അങ്ങനെ നിർബന്ധിച്ചിട്ട് നടത്തേണ്ട ഒരു ബന്ധമല്ല ഈ കല്യാണം എന്ന് പറഞ്ഞത്, നമുക്കിതിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക, ഞങ്ങൾക്ക് അതിച്ചിട്ടൊരു വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു വിളി കേട്ട്. അപ്പോൾ ഇവരാരും ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ചെന്നപ്പോൾ പറഞ്ഞാൽ ആ വീട്ടിൽ തന്നെ 2ാമത്തെ മകളും കഴിഞ്ഞ് 3ാമത്തെ മകൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കേട്ടോ.
2 പെൺകുട്ടികളും സമ്മതിച്ചില്ല. 3ാമത്തെ മകൾ പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് അവരെ കല്യാണം കഴിക്കാനെന്നാണ്. നല്ല വെളുത്തിട്ട് നല്ല ഭംഗിയുള്ള കുട്ടിയാണ് ഈ കുഞ്ഞോൻ്റെ മുഖത്ത് നോക്കി ഒരാളും പറയില്ല ഈ കുട്ടിക്ക് കണ്ണ് കാണില്ല എന്നിട്ട്, അത്ര ഭംഗിയുള്ള കുട്ടിയാണെന്ന്. അങ്ങനെ പിന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവർ മറ്റേ മൂത്തവൾക്ക് കെട്ടാൻ വേണ്ടി കൊണ്ടുപോയി സ്വർണ്ണം കണ്ടിരുന്ന ഈ 3ാമത്തെ മകൾക്ക് കിട്ടി. കൈ പിടിച്ച് പിന്നെ പണ്ടങ്ങളൊക്കെ ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കല്യാണത്തിന് ഇവർ അടുത്തന്നെ 2 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ കല്യാണം നിശ്ചയിച്ച്. ഈ മകൾക്ക് ഇടാനുള്ള സ്വർണം മുഴുവനും ഇവിടുന്ന് അവർ കൊടുത്തയച്ച്. ഒരു ഓല വീട്ടിലാണ് ഈ മക്കൾ ജനിച്ചിരിക്കുന്നത്, ഈ പെൺകുട്ടികളിട്ട. അത്രയും കഷ്ടപ്പെട്ട കൂലിപ്പണിക്കൊക്കെ പോയിട്ട് ജീവിതം കഴിയുന്ന പെരക്കാരാണ്. കുറച്ച് ദൂരമാണ്, ഇവരെ വീടിനേക്കാളും കുറച്ച് വിട്ടാണ്. അങ്ങനെ പിന്നെ നല്ല ഇതിൽ നല്ല നിലയിൽ ആഘോഷമാക്കിയിട്ടുണ്ടല്ലോ ഇവർ കല്യാണം കഴിച്ച്. നിങ്ങൾക്ക് പറയാനുള്ളവരോടൊക്കെ പറഞ്ഞോടി. പിന്നെ 2 ആളും കൂടി ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് തലേന്ന് നിക്കാഹ് കഴിഞ്ഞ് അന്ന് കല്യാണത്തിന് നിങ്ങൾക്ക് ക്ഷണിക്കാനുള്ളവരോടൊക്കെ അങ്ങോട്ട് വരാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ഭക്ഷണങ്ങളും നല്ല ഒരുപാട് സ്വർണ്ണം ഈ മോൾക്ക് മഹറായിട്ടും ഇവൾക്ക് ഇടാനുള്ള എല്ലാ സ്വർണ്ണം അതും കൊടുത്ത് ആ കല്യാണമൊക്കെ കഴിഞ്ഞ് റാഹത്തായിട്ട് കുഞ്ഞോൻ്റെ വീട്ടിലേക്ക് ഈ മോളെ കൊടുത്തു. അപ്പോൾ ഇവൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് ഈ കുഞ്ഞോനെ. അവൻ്റെ എല്ലാ കാര്യങ്ങളും വീട്ടിലും തന്നെ എല്ലാവരും നല്ല സന്തോഷത്തിൽ. ഈ 2 ജ്യേഷ്ഠത്തികളൊക്കെ ഉണ്ടല്ലോ അവരെക്കാളൊക്കെ ഭംഗി ഈ മോളാണ്. അപ്പോൾ ഈ മോള് പറഞ്ഞ് ഞാൻ കാരണം എൻ്റെ കുടുംബം രക്ഷപ്പെട്ട് കിട്ടിയാലോ, അവർ വേണ്ടാന്ന് പറഞ്ഞാലും ഞാനൊരു വീട്ടിലേക്ക് നല്ലൊരു സ്നേഹമുള്ള ഒരു കുടുംബത്തിൽ ചെന്നാൽ ഈ പിന്നെ കുഞ്ഞോൻ്റെ വീട്ടുകാർ ഈ മോൾക്ക് അവരെ പെരക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീട് ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ഭക്ഷണത്തിനൊക്കെ എല്ലാ സാധനങ്ങളും എങ്ങനെ ജീവിക്കണം അങ്ങനെ നിങ്ങൾ ജീവിക്കണം. ഈ പിന്നെ മോളെ സന്തോഷമാണ് ഞങ്ങളെ സന്തോഷം എന്നിട്ട് കുഞ്ഞോൻ്റെ വാപ്പിയും ഉമ്മയും ഏട്ടന്മാരെല്ലാവരും കൂടി നല്ലൊരു കടയിൽ ഇവർക്കുള്ള നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ള എന്താ വേണ്ടി വെച്ചാൽ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയിക്കോളി, ഓരോ മാസങ്ങൾ ബിൽ പേ ചെയ്തിട്ടുണ്ടാവുന്നത്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് പിന്നെ താഴത്തെ 2 അനിയത്തി ഉണ്ടായിരുന്ന ജ്യേഷ്ഠത്തികളെ അവർക്കൊക്കെ നിങ്ങൾ കല്യാണം സ്വർണ്ണം അതൊക്കെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഇവർക്ക് എന്തൊക്കെ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഇവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത്ര ദുനിയാവ് പഠിച്ചോൻ കൊടുത്തത് ഈ കുഞ്ഞോനക്ക്. കണ്ണിന് പണം കൊണ്ട് ഈ കുഞ്ഞോനെ ഒരു കാഴ്ചക്ക് എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മാറ്റി വെക്കാൻ. പക്ഷേ അവനക്ക് ആ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല എന്ന്. അല്ലെങ്കിൽ ഇവർ പണം കൊടുത്തിട്ട് എത്ര കോടികൾ കൊടുത്തിട്ട് വാങ്ങാനുള്ള കഴിവ് ഇവർക്കുണ്ടെന്ന്. ഇന്ന് ആ കുഞ്ഞോനും മകളും അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് റാഹത്തായിട്ട് ജീവിക്കുകയാണ് കേട്ടോ. അതാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു മോള് എനിക്കൊരു കല്യാണം മതിയെന്ന് പറഞ്ഞ് പിന്നീട് അങ്ങോട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് നടന്നൊരു ബന്ധമല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ അതാണ് പറഞ്ഞതെന്നറിയാം. പിന്നെ ചില എല്ലതും ഒത്തു വന്നാലും പടച്ചോനുണ്ടല്ല ചിലപ്പോൾ ഇങ്ങോട്ട് തട്ടി നീക്കപ്പെടും. അതേ സമയമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളക്ക് പിന്നെ ഒരു കുറ്റം കുറവൊന്നും ഉണ്ടാവില്ല. അത് പടച്ചോനെ നമുക്ക് അവിടെ നിന്ന് നടത്തി തരുന്നുണ്ട്. അത്രയും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിർത്താണ്. എല്ലാവരും ഇതുണ്ടല്ലോ ഈ കുഞ്ഞോന് കഥാപാത്രമൊന്നുമല്ല കേട്ടോ, ഉണ്ടായ സംഭവമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോസ് ചെയ്യാതെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് തരാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉമ്മച്ചി വരണ്ടെന്നറിയാം. അസ്സലാമു അലൈക്കും.